Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ടൈപ്സ് ഓഫ് വേവ് പ്രൊപ്പഗേഷൻ ആയിരുന്നു. അതിൽ നമ്മൾ 3 ടൈപ്സ് പറഞ്ഞു: ഗ്രൗണ്ട് വേവ്, സ്കൈ വേവ്, സ്പേസ് വേവ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് സ്റ്റഡിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഫീൽഡ് സ്ട്രെങ്തിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഡയഗ്രാം പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഈ ട്രാൻസ്മിറ്ററിനും ഈ റിസീവറിനും ഇടയ്ക്ക് എർത്ത് സർഫസിന് പാരലായിട്ട് വളരെ നിയറിനായിട്ട് പാസ് ചെയ്യുന്ന ഈ വേവാണ് ഗ്രൗണ്ട് വേവ്. നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാകാനായിട്ട് ഈ വേവിനെ ഞാനൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു EM വേവ് ആണ്, ഫ്രീക്വൻസി കുറവാണ്. അപ്പോൾ ഈ ഫ്രീക്വൻസി കുറവുള്ളൊരു വേവിനെയാണ് ഈ വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വേവ് ലെങ്ത് കൂടുതലാണ്. ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ദാറ്റ് ഈസ് F is inversely proportional to T. ദാറ്റ് ഈസ് F is equal to 1/T. ഇതൊക്കെ നമ്മൾ പഴയ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പോൾ ഈ റെഫറൻസ് ലൈന് നിങ്ങൾ എർത്ത് സർഫസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ എർത്ത് സർഫസിന് പാരലായിട്ട് വളരെ നിയറിനായിട്ടാണ് ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ എർത്ത് സർഫസിന് പാരലായിട്ട് നിയറിനായിട്ടൊരു വേവ് പ്രൊപ്പഗേറ്റ് ചെയ്യുമ്പോൾ എർത്തിൻ്റെ സർഫസിൽ തന്നെ ഒരു വേവ് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. ഈ വേവ് ഇങ്ങനെ പോകുന്നത് കൊണ്ട് എർത്തിൻ്റെ സർഫസിൽ ഒരു വേവ് ഇൻഡ്യൂസ് ചെയ്യും. ആ ഇൻഡ്യൂസ് ചെയ്യുന്ന വേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വേവിന് ഔട്ട് ഓഫ് ഫേസ് ആയിട്ട് ഒരു സെയിം വേവ് തന്നെ എർത്ത് സർഫസിൽ ഇൻഡ്യൂസ് ചെയ്യും. ഞാനിപ്പോൾ പറഞ്ഞ ഇൻഡ്യൂസ്ഡ് വേവ് ആണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് വേവ്, ഇതാണ് ഇൻഡ്യൂസ്ഡ് വേവ്. ഈ നടുക്ക് കാണുന്നതാണ് ഗ്രൗണ്ട് സർഫസ്, ദാറ്റ് ഈസ് എർത്തിൻ്റെ സർഫസ്. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണിത്. കാരണം ഇങ്ങനെ ഒരു ഗ്രൗണ്ട് വേവ് ഉണ്ടാകുമ്പോൾ അവിടെ ഒരു വേവ് ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഒരു വേവ് ഉണ്ടാകുമ്പോൾ ഈ 2 വേവും ഔട്ട് ഓഫ് ഫേസ് ആയതുകൊണ്ട് ഇവിടെ ചില സ്ഥലങ്ങളിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. കാര്യം നമുക്കറിയാം എർത്ത് എന്ന് പറയുന്ന ഒരു പെർഫെക്റ്റ് കണ്ടക്ടറാണ്. ഇവിടെ നിങ്ങൾ നോക്കിക്കോളാം, ഇവിടെ ഈ വേവിൻ്റെ നെഗറ്റീവ് ഹാഫാണ് വന്നിരിക്കുന്നത്, ഇവിടെ ഇൻഡ്യൂസ്ഡ് വേവിൻ്റെ പോസിറ്റീവ് ഹാഫാണ്. ദാറ്റ് ഈസ് ഒരു നെഗറ്റീവും പോസിറ്റീവും വളരെ ക്ലോസറായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. എന്തുകൊണ്ട് ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന എർത്ത് ഒരു കണ്ടക്ടർ ആയതുകൊണ്ട്, പെർഫെക്റ്റ് കണ്ടക്ടർ ആയതുകൊണ്ട്, കറണ്ടിനെ കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ ഞാൻ ഞാനൊരു 2 ഫുൾ വേവും ഒരു ഹാഫ് വേവും കൂടിയാണ് കാണിച്ചിരിക്കുന്നത്. ദാറ്റ് ഈസ് ഇവിടെ ഒരു 2.5 വേവ് ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അത്രയും ഒരു പോർഷനാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഒരു പോർഷനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ തന്നെ നമുക്ക് വിസിബിൾ ആണ് ഇവിടെ 3 ഷോർട്ട് സർക്യൂട്ട്സ് ഇവിടെ ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്ന സമയത്ത് ഈ വേവ് ഉണ്ടല്ലോ, ഈ വേവിലുള്ള കറണ്ട് ഇങ്ങോട്ടേക്ക് ലീക്ക് ചെയ്യും, എർത്തിലേക്ക് ലീക്ക് ചെയ്യും. ദാറ്റ് ഈസ് അതിന് നമ്മൾ പറയുന്ന പേരാണ് ലീക്കേജ് കറണ്ട് എന്ന് പറയും. അപ്പോൾ ഗ്രൗണ്ട് വേവിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക് ആണ് ഇവിടെ എർത്ത് ലീക്കേജ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ നമ്മൾ ലോ ഫ്രീക്വൻസി, വെരി ലോ ഫ്രീക്വൻസി അല്ല, ഒരു 5 മെഗാഹെർട്സിന് താഴെയുള്ള ഫ്രീക്വൻസിയിലുള്ള വേവ്സ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി നമ്മളിവിടെ ഫ്രീക്വൻസി കൂടുതൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് തന്നെ തോന്നാം, എന്തിനാണ് നമ്മൾ ഫ്രീക്വൻസി ഇവിടെ കുറച്ച് കൊടുക്കുന്നത്, കുറച്ചുകൂടെ ഫ്രീക്വൻസി കൂട്ടി കൊടുത്തുകൂടെ എന്ന്. അപ്പം വേറൊരു ഫ്രീക്വൻസി, അതായത് ഇതിനേക്കാളും ഹൈ ആയിട്ടുള്ളൊരു ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഹൈ ഫ്രീക്വൻസി വേവ് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വേറൊരു ഡയഗ്രാം എടുത്തിട്ടുണ്ട്. ഈ സെയിം പീരീഡിൽ തന്നെയുള്ള ഒരു ഡയഗ്രാമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഇവിടെ ഫ്രീക്വൻസി കൂടുതലാണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക, ടൈം കുറവായിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ നമ്പർ ഓഫ് വേവ്സ് കൂടുതലായിരിക്കും. ഫ്രീക്വൻസി കൂടുമ്പോൾ നമ്പർ ഓഫ് വേവ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കോളാം, ഇവിടെ നമുക്ക് ഈ ഒരു ടൈം സ്ലോട്ടിൽ ഇവിടെ നമുക്ക് ഒരു 3 ഷോർട്ട് സർക്യൂട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ സെയിം ടൈം സ്ലോട്ടിൽ തന്നെ ഇവിടെ നോക്കിക്കോളാം, നിങ്ങൾ ഒരു 5 ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, ഫ്രീക്വൻസി കൂടുകയാണെന്നുണ്ടെങ്കിൽ എർത്ത് ലീക്കേജ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹൈ ഫ്രീക്വൻസിയെ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന് ഒരിക്കലും യൂസ് ചെയ്യാത്തത്. ഞാൻ ഇതുവരെ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യാം. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ സിഗ്നൽ എന്ന് പറയുന്നത് പാരലൽ ടു ഗ്രൗണ്ട് ആയിരിക്കും. ദാറ്റ് ഈസ് എർത്ത് സർഫസിന് പാരലായിട്ടായിരിക്കും സിഗ്നൽ പോകുന്നത്. ഇവിടെ ഫ്രീക്വൻസി കുറവാണ്, അതുപോലെ തന്നെ ഇവിടെ ഒരു എർത്ത് ലീക്കേജ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. എർത്ത് ലീക്കേജ് ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കറണ്ട്, ഒരു ലീക്കേജ് കറണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിഗ്നലിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് കുറയും. കൂടുതൽ ദൂരം ഇതിന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റില്ല. വളരെ കുറച്ച് ദൂരങ്ങളൊക്കെ മാത്രമേ ട്രാവൽ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടായിരിക്കും.
ഇവിടുത്തെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് ഫ്യൂ കിലോ ഹെർട്സ് തൊട്ട് ഒരു 5 മെഗാ ഹെർട്സ് വരെ ആയിരിക്കും. 5 മെഗാഹെർട്സിൽ താഴെയായിരിക്കും ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ നടക്കുന്നത്. സാധാരണ കേസിൽ നമ്മളൊരു 3 മെഗാ ഹെർട്സ് വരെയൊക്കെയാണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ഹൈ ഫ്രീക്വൻസി യൂസ് ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രീക്വൻസി എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി ആണ്. ഇനി നമുക്ക് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും നോക്കാം. ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെൻഡിങ് ഓഫ് വേവ് ഈസ് പോസിബിൾ. ഇവിടെ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ ലോ ഫ്രീക്വൻസി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലോ ഫ്രീക്വൻസിയുടെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആണ് വേവിന് ബെൻഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും. അത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മൾ വളരെ പതുക്കെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ വലിയ കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ കല്ലിനെ കവർ ചെയ്ത് കാല് വെച്ച് നമുക്ക് പതുക്കെ നടന്നു പോകാനായിട്ട് പറ്റും. ഇനി നമ്മൾ വളരെ സ്പീഡിൽ ഓടി വരികയാണെന്നുണ്ടെങ്കിലോ, അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ കല്ലെ തട്ടി നമ്മൾ വീഴും അല്ലേ. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ മറക്കില്ല. ഈ വേവ് എന്തെങ്കിലും ഒരു ഒബ്സ്റ്റാക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ ബെൻഡ് ചെയ്ത് ആ ഒബ്സ്റ്റാക്കിളിനെ കടന്നു പോകും. ആ ഒരു ഒബ്സ്റ്റാക്കിൾ എന്ന് വെച്ചാൽ എന്താണ്, ഒരു തടസ്സം, ഒരു പ്രതിസന്ധി, ഒരു തടസ്സം ഉണ്ടാകും. ചില നമ്മളിത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മുടെ പോലീസുകാരുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന വയർലെസ് സെറ്റ് ഉണ്ടല്ലോ, അതിനകത്ത് യൂസ് ചെയ്യുന്നത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആണ്. അപ്പോൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ റേഞ്ചിലേക്കൊന്നും അത് പറ്റില്ല. ഒരു ഷോർട്ട് റേഞ്ചിലുള്ള കമ്മ്യൂണിക്കേഷനാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു ബിൽഡിങ്ങിനകത്തുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആണ്. കാരണം ഈ ഒരു ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് വോൾസ് ഉണ്ടാകും, കുറേ റൂംസ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ പാസ് ചെയ്ത് വരാനുള്ള കഴിവ്, ദാറ്റ് ഈസ് ഈ വേവിന് ഇതിനെയൊക്കെ ബെൻഡ് ചെയ്ത്, ഈ തടസ്സങ്ങളെയൊക്കെ ബെൻഡ് ചെയ്ത് വരാനുള്ള ഒരു കഴിവുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, അറ്റന്വേഷൻ ഡ്യൂ ടു ലീക്കേജ്. ലീക്കേജ് എങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് വേവിന് അറ്റന്വേഷൻ ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവിൻ്റെ ഫീൽഡ് സ്ട്രെങ്ത് കുറയും. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ ദൂരം ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഷോർട്ട് റേഞ്ച് കമ്മ്യൂണിക്കേഷന് മാത്രമേ ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷന് മാത്രമേ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളൂ. ഹൈ ഫ്രീക്വൻസി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ എന്താണ്, ഗ്രൗണ്ട് ലീക്കേജ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഫീൽഡ് സ്ട്രെങ്ത് വളരെയധികം കുറയും. അതുകൊണ്ട് നമുക്ക് ലോ ഫ്രീക്വൻസി കമ്മ്യൂണിക്കേഷൻ ആണ് നമ്മൾ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത ഡീമെറിറ്റ് ആണ് ലിമിറ്റഡ് ട്രാൻസ്മിഷൻ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്യാദേഴ്സ് നോയ്സ്. എന്ന് പറഞ്ഞാൽ നോയ്സ് പെട്ടെന്ന് അഫക്റ്റ് ചെയ്യുന്ന ഡിസ്റ്റർബൻസസ് കൂടുതലായിരിക്കും ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ. നെക്സ്റ്റ്, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ്റെ ഫീൽഡ് സ്ട്രെങ്തിനെ എഫക്റ്റ് ചെയ്യുന്നത് നോക്കാം. 3 ഫാക്ടേഴ്സാണ് മെയിനായിട്ടും ഫീൽഡ് സ്ട്രെങ്തിനെ എഫക്റ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി, എഫക്റ്റ് ഓഫ് ഗ്രൗണ്ട് ആൻഡ് പോളറൈസേഷൻ. ഫ്രീക്വൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഫ്രീക്വൻസി കൂടുകയാണെന്നുണ്ടെങ്കിൽ ലോസസ് കൂടുതലായിരിക്കും. അതുകൊണ്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫീൽഡ് സ്ട്രെങ്തിനെ വളരെയധികം എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് തന്നെ ഒരു 3 മെഗാഹെർട്സിന് എബോവ് ഫ്രീക്വൻസി നമുക്ക് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ പ്രാക്ടിക്കലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഗ്രൗണ്ട് ആണ്. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുമ്പോൾ എർത്ത് സർഫസിന് പാരലായിട്ട് നിയറായിട്ട് തന്നെ പോകുന്ന വേവാണ്, നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ ഈ എർത്ത് സർഫസ് അതിൻ്റെ രീതികളൊക്കെ ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനെ എഫക്റ്റ് ചെയ്യും. കാരണം നമ്മുടെ ഈ ടെറൈൻ റഫ്നെസ്, അതുപോലെ തന്നെ നമ്മുടെ സാൻഡിൻ്റെ ദാറ്റ് മാഷി ലാൻഡ് ആണോ, അതുപോലെ തന്നെ സോൾട്ടി സീ വാട്ടർ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെയധികം ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ അഫക്റ്റഡ് ആവും. ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഈ സോൾട്ടി സീ വാട്ടർ, അതുപോലെ തന്നെ മാഷി ലാൻഡ്, നമ്മൾ കൃഷിക്ക് യൂസ് ചെയ്യുന്ന ലാൻഡ്, കൃഷിഭൂമി, ഇതൊക്കെ നമുക്ക് ഈ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷന് വളരെ നല്ലതാണ്. കാരണം അങ്ങനെയുള്ള ഏരിയയിലാണെന്നുണ്ടെങ്കിൽ അറ്റന്വേഷൻ വളരെ കുറവായിരിക്കും. എന്നാൽ ഡ്രൈ സാൻഡ് ആണെന്നുണ്ടെങ്കിൽ അറ്റന്വേഷൻ വളരെ കൂടുതലായിരിക്കും. തേർഡ് ഫാക്ടർ അഫക്റ്റ് ചെയ്യുന്നത് പോളറൈസേഷനാണ്. ഇത് ആൻറ്റിനയുടെ പോളറൈസേഷനാണ്. ആൻറ്റിന പോളറൈസേഷനൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൻ്റെ തന്നെ ലാസ്റ്റ് ടോപ്പിക്കിൽ പഠിക്കും. നമ്മൾ യൂസ് ചെയ്യുന്ന ആൻറ്റിനയുടെ ടൈപ്പ്, അതുപോലെ തന്നെ ആൻറ്റിനയുടെ പോളറൈസേഷൻ, അതൊക്കെ ഈ ഫീൽഡ് സ്ട്രെങ്തിനെ എഫക്റ്റ് ചെയ്യും. മെയിനായിട്ട് 2 ടൈപ്പ് പോളറൈസേഷനാണുള്ളത്, വെർട്ടിക്കൽ പോളറൈസേഷനും ഹൊറിസോണ്ടൽ പോളറൈസേഷനും. ഇതിൽ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്
വെർട്ടിക്കൽ പോളറൈസേഷൻ ആണ്. വെർട്ടിക്കൽ പോളറൈസേഷൻ ആണ് ആന്റിനയ്ക്ക് എന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷനിൽ അറ്റുനേഷൻ കുറവായിരിക്കും. അപ്പോൾ പോളറൈസേഷൻ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അന്നേരം അത് മനസ്സിലാക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ ആണ്. ഗ്രൗണ്ട് വേവ് പ്രൊപ്പഗേഷൻ എങ്ങനെയാണ് നടക്കുന്നതെന്നും അതുപോലെ തന്നെ അതിനെ എന്തൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കി. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടൈപ്പ് പ്രൊപ്പഗേഷൻ, ദാറ്റ് ഈസ് സ്കൈ വേവ് പ്രൊപ്പഗേഷൻ നോക്കാം. താങ്ക് യു.